തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. കണ്ണൂർ വിമാനത്താവള പോയിന്റ് ഓഫ് കോൾ ആവശ്യപ്പെട്ട് നടക്കുന്ന നിരാഹാര സത്യാഗ്രഹ പന്തലിൽ രാജീവ് ജോസഫിനെ വധിക്കാൻ ശ്രമം. വാക്കത്തിയുമായി എത്തിയ യുവാവ് കഴുത്ത് ലക്ഷ്യമാക്കി 6 തവണ വെട്ടാൻ ശ്രമിച്ചു. തടയാൻ ശ്രമിക്കുന്നതിനിടെ രാജീവ് ജോസഫിന്റെ കൈക്ക് പരിക്കേറ്റു. യുവാവിനെ മട്ടന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആസൂത്രിത കൊലപാതക ശ്രമമെന്ന് രാജീവ് ജോസഫ് പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. മട്ടന്നൂർ വായന്തോട് സ്വദേശിയായ മാനസിക അസ്വാസ്ഥ്യമുള്ള യുവാവാണ് സമരപ്പന്തലിൽ കയറി വന്ന് രാജീവ് ജോസഫിനെ വധിക്കാൻ ശ്രമിച്ചത്. രാവിലെ ഏകദേശം ഒരു 3/4 മണിക്കൂർ മുമ്പ്, 1 മണിക്കൂറായിരുന്നു കൂട്ടിക്കുക. ഞാനിവിടെ ഇരിക്കുമായിരുന്നു, കട്ടിലിരിക്കുമായിരുന്നു. അപ്പം വേറെ 2 സുഹൃത്തുക്കളും പുറകിലുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ ഓടിയും വന്നിട്ട് പെട്ടെന്ന് വാക്ക് ചേർത്തിട്ട് വെട്ടുമായിരുന്നു, കഴുത്തിനെ ലക്ഷ്യമാക്കി വിടുക. അപ്പോൾ ഉടനെ തന്നെ ഇവർ പുറകിരുന്ന ആൾ കസേര കൊണ്ട് വലിച്ചെറിഞ്ഞു കൊള്ളുക, കസേര എടുത്ത് വലിച്ചെറിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പുള്ളിക്കൊരിതായി. അത് പുള്ളി പ്രതീക്ഷയിലായിരുന്നു. പിന്നെ ഞാൻ ചാടി എഴുന്നേറ്റു. അപ്പോഴാണ് ഞാൻ കാണുന്നത്. ചാടി എഴുന്നേറ്റ് 2ാമത്തെ വെട്ട് വരുമ്പോൾ ഞാൻ തടഞ്ഞു. പിന്നെ 3ാമതും വെട്ടി, അതും തടഞ്ഞു. അങ്ങനെയാണ് കൈക്ക് മുറിവ് വന്നത്. 4-5 പ്രാവശ്യം വെട്ടി. ഈ 5 പ്രാവശ്യം വെട്ടി ഞാൻ കൈകൊണ്ട് തന്നെ തടഞ്ഞു. അപ്പം 3ാമത്തെ വെട്ടി തന്നെ കസേര എടുത്തു, പുള്ളീനെ അടിച്ചു. 2 പ്രാവശ്യം നന്നായിട്ട് അടിച്ചു. പിന്നെ അവന് മനസ്സിലായി, നടക്കുകയെന്ന് മനസ്സിലായി. ഈ കൈകൊണ്ട് തടയുന്നുമുണ്ട്. ഞാൻ അവൻ്റെ വാക്കത്തി ലക്ഷ്യമാക്കിയാണ് കസേര അടിക്കുന്നത്, അവനെയല്ല അടിക്കുന്നത്. അവൻ്റെ കൈക്കെട്ടാണ് ഞാൻ അടിച്ചുകൊണ്ടിരുന്നത്. അവിടെ അവന് മനസ്സിലായി, അവനെയല്ല ഞാൻ അടിക്കുന്നത്, അവൻ്റെ കൈക്കെട്ടാണ് അടിക്കുന്നുള്ളത്, വാക്കത്തിക്കെട്ട് അടിക്കുന്നത്. പിന്നെ അവന് മുന്നോട്ട് പോകാൻ പറ്റിയില്ലെന്ന് മനസ്സിലായപ്പോൾ വിട്ടിട്ട് ഓടുമായിരുന്നു. വാക്കത്തി, വലിയ വാക്കത്തി, എല്ലാ വെട്ടും കഴുത്തിലേക്ക് വെട്ടുന്നവൻ. നമ്മുടെ കാലേലോട്ടോ കയ്യേലോട്ടോ ഒന്നുമില്ലല്ലോ, എല്ലാ വെട്ടും കഴുത്തിലിട്ടോ. അതുകൊണ്ടാണ് കൈക്ക് ഇങ്ങനെ വന്നത്. ഇവിടെയാണ് പരിക്കുള്ളത്. രാജീവ് ജോസഫിനെ അക്രമി വാക്കത്തി കൊണ്ട് വെട്ടുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന ആൾ കസേര കൊണ്ട് എറിഞ്ഞപ്പോൾ ലക്ഷ്യം കണ്ടില്ല. വീണ്ടും 5 തവണ വെട്ടാൻ ശ്രമിച്ചു. രാജീവ് കസേര ഉപയോഗിച്ചും കൈകൊണ്ടും വെട്ടാനുള്ള ശ്രമം തടയുകയായിരുന്നു. അതിനിടയിൽ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ മട്ടന്നൂർ പോലീസും നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സമരപന്തലിലെത്തി. സംഭവത്തിന് ശേഷം അക്രമി വായന്തോട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഇയാളെ പിന്തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വധശ്രമം ആസൂത്രിതമാണെന്ന് രാജീവ് ജോസഫ് ആരോപിച്ചു. ഇത് എന്നെ വെട്ടിയ ആള് മാത്രം തീരുമാനിച്ചൊരു കാര്യമല്ല. അദ്ദേഹം തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളാണെന്നാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നത്. ഇതിന് പിന്നിൽ വലിയ ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. തലയ്ക്ക് സുഖമില്ലാത്ത ആളാണെങ്കിൽ ഇവിടെ ഇത്രയും ആൾക്കാർ അവിടെ ഇവിടെ ഇല്ല എന്നിട്ട് എന്നെ മാത്രം നിരാഹാര പന്തലിൽ ഓടി ഒന്ന് വെട്ടാൻ മാത്രമുള്ള പ്രശ്നമൊന്നും പുള്ളി ഞാൻ തമ്മിലില്ല. എനിക്ക് അദ്ദേഹത്തെ അറിയത്തു പോലുമില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അത് കണ്ടെത്തണം. ഈ അദ്ദേഹത്തെ പിടിച്ച് ജയിലിട്ടുകൊണ്ടൊന്നും പ്രശ്നം തീരത്തില്ല. ഇത് എന്നെ വധിക്കുക എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തിലാണല്ലോ എൻ്റെ ഇത്രയും വലിയൊരു വാക്കത്തി, ഇത്രയും നീളമുള്ള വാക്കത്തിയുമായിട്ട് കഴുത്ത് ലക്ഷ്യമാക്കിയിട്ട് വെട്ടുക എന്ന് പറഞ്ഞാൽ വധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ഈ പ്രതിയായിട്ട് വരുന്ന ആക്രമിയായിട്ടുള്ള ഇദ്ദേഹത്തെ കോടതിയിൽ നിന്നും രക്ഷിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു മാനസിക രോഗി എന്ന് ഇവിടെ നാട്ടുകാരൊക്കെ പറയാറുള്ള ഇദ്ദേഹത്തെ വിട്ടത്. ഇതിന് പിന്നിൽ വേറെ ആൾക്കാരാണ്. ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. കൃത്യമായിട്ട് ഇത് ഒരു വധശ്രമമല്ല, വധിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരിതാണ്. ഞാൻ 12 വർഷം CBN കളരി പഠിച്ചതാണ്. ആ കളരി പഠിച്ച ആ പ്രതിരോധ മുറ മുഴുവനും ഇന്ന് ഞാനിവിടെ എടുത്തുകൊണ്ടാണ് അവന് എന്നെ വകവരുത്താൻ പറ്റാതെ വന്നത്. മാനസിക അസ്വാസ്ഥ്യമുള്ള ആളെ കൊണ്ട് വധിച്ചാൽ കോടതിയിൽ കേസ് നിൽക്കില്ലെന്ന് മനസ്സിലാക്കി ഒരു സംഘം പറഞ്ഞുവിട്ടതാണെന്ന് രാജീവ് പറഞ്ഞു. അക്രമത്തിന് ഗൂഢാലോചന ചെയ്തവരെയും പോലീസ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും രാജീവ് ആവശ്യപ്പെട്ടു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം.
ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു.